ഹലോ. അപ്പം നമ്മളെ വീടിൻ്റെ ഹോം ടൂർ ചെയ്തപ്പം ഒരുപാട് പേർക്ക് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, കുറേ പേര് കമൻറ്റ് ചെയ്ത് അറിയിച്ചിരുന്നു, കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു. അപ്പം അതൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെയും വീടിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാലുള്ള വ്യൂ ആണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പം 825 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ പൊക്കി കൊണ്ടുവന്ന അടിപൊളി വീടിൻ്റെ പ്ലാനാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടുണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, ബെഡ്റൂം 2 ബെഡ്റൂമുണ്ട്, 2 അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, കിച്ചണുണ്ട് 2 അപ്പം വീട് കയറ്റിക്കഴിഞ്ഞാലുള്ള മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പ്ലോട്ട് വന്നിട്ട് ഇതാണ്. ഇതിലേക്കുള്ള വഴിയാണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഇറക്കമുള്ള ഒരു ഏരിയയാണ്, അതായത് വളരെ സ്ലോപ്പായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ വഴി തന്നെയാണ്, നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് കുറച്ച് സ്ഥലം, അതായത് കുറച്ച് മുറ്റം നമ്മൾ അധികമായിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ മുറ്റത്തിനൊരു കിണർ വരാനുണ്ട്, പിന്നെ നമുക്ക് വണ്ടികളൊക്കെ നിർത്താനുള്ള സൗകര്യത്തിന്, പിന്നെ അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് മുറ്റത്തിൻ്റെ ആവശ്യം കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇത് നമ്മൾ കാണിക്കുന്നത് പുറകു വശത്തും സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു പ്ലോട്ട് വന്നിട്ട് 10 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് കേട്ടോ. 10 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ വീട് നമ്മൾ പണിതിട്ടുള്ളത്. നോക്കിയാൽ കാണാൻ അറിയാം, ഞാൻ പറഞ്ഞു ഒരു സ്ലോപ്പായിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് വെക്കുന്ന സമയത്ത് ഇത് കരിങ്കല്ല് വെച്ചിട്ട് നമ്മൾ കെട്ടി നിരത്തി ഒപ്പാക്കിയിട്ടാണ് നമ്മൾ ഈ വീട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഏരിയ. ഞാൻ പറഞ്ഞു വെളിച്ചമില്ലാത്ത സ്ഥലത്ത്, അതായത് കൂടുതൽ കാറ്റ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതായത് സ്റ്റെയറിനോട് ചേർന്നിട്ട് നമ്മളൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 10 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ മനോഹരമായ വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ.